ഇന്നത്തെ മക്കൾ നോക്ക്, നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോൾ ഒരു വാർത്ത കാണാം. 14 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാം പത്രത്തിൽ. 14 വയസ്സുള്ള ഒരു മകന് മൊബൈൽ കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ. ഉമ്മയുടെ കഴുത്ത്, അല്ലാഹു ആ പാവത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ. എന്തിന്? മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം. ഈ ഇരിക്കണ ഓരോ വാപ്പയോടും ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ, നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എത്ര വലിയ ഭാഗ്യവാന്മാരാണോ നിങ്ങൾ. എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത്, ഖുർആൻ പഠിച്ച ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ദുആ ചെയ്ത അവന്റെ ദുആയിക്ക് ഉത്തരവുണ്ടുമ്മ. നിന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു 10 മക്കൾ നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ വരൂല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ? ആ മക്കൾ നിങ്ങൾക്ക് ദുആ ചെയ്യില്ലേ? അതിനേക്കാളും വലിയ പുണ്യം നിങ്ങൾക്ക് എന്താ ഉള്ളേ? അതുകൊണ്ട് പടച്ചവനെ ഞാൻ പറയുകയാണ്, മക്കളെ പഠിപ്പിക്കണേ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്ന. എന്റെ മക്കളെ എനിക്ക് ഹാഫിളീങ്ങളാക്കണം. എന്റെ സിനാനും എന്റെ നഈമും എന്റെ നുഅ്മാനും 3 മക്കളെയാണ് എനിക്ക് എന്റെ റബ്ബ് തന്നത്. എന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ? പടച്ചവനെ, ഞാനൊരിക്കൽ സിയാറത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സഹോദരി വഴിയിൽ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമകൻ സിയാറത്തിന് പോയിട്ടുണ്ട്, അവനെ ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ. ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി, ആരെയും കാണുന്നില്ലടോ, ഒരാളെയും കാണുന്നില്ല. ഞാൻ പുറത്തു വന്നിട്ട് പറഞ്ഞു, പള്ളിപ്പറമ്പിൽ ആരെയും കാണുന്നില്ല. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമോനുണ്ട്, 10-11 വയസ്സുള്ള എന്റെ പൊന്നുമോൻ. അവൻ ഖുർആൻ പഠിക്കുകയാണ്. 10-17 ജുസ് കാണാതെ പഠിച്ചു. അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. വാപ്പയോട് സലാം പറയാൻ പോയതാണ്. പടച്ചവനെ, ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ മകൻ തന്റെ ബാപ്പയുടെ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ വിളിക്കുന്നു, പെട്ടെന്ന് പോകാൻ. ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ, എന്റെ ഉപ്പാന് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? പൊന്നുമോന്റെ ആഗ്രഹമാണല്ലോ. ഒരു ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വദത്തൈനി ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യുമോനെ, നീ ഖുർആൻ പഠിക്കുന്നവനാണ്, നീ ദുആ ചെയ്യ്. അവൻ പറഞ്ഞു, ഇല്ല ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യ്. ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, അവന് കരയാൻ തുടങ്ങി, അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അല്ലാ, ഈ പൊന്നുമോന്റെ വാപ്പയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ദുആ ചെയ്ത് കഴിയുമ്പോ ആ പൊന്നുമകന് കരഞ്ഞുകൊണ്ട് താഴെ വീഴുകയാണ്. ദുആ പകുതിയിൽ നിർത്തിയടോ ഞാൻ. എനിക്ക് പേടിയായി. കാരണം ആ 11 വയസ്സുകാരൻ ഏങ്ങി കരയുകയാണ്. വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നീ കരയരുത്, നീ കരഞ്ഞാ നിന്റെ വാപ്പ ഖബറിനകത്ത് കിടന്ന് കരയും. അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ കരഞ്ഞാൽ എന്റെ വാപ്പ കരയുമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും കരയും. അവൻ പറഞ്ഞു, ഇല്ല ഉസ്താദേ, ഞാൻ കരയില്ല. അവന്റെ കണ്ണുനീര് തുടച്ചു. അവസാനം അവന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ അവൻ പറഞ്ഞു, വാപ്പാ, 17 ജുസ് ഞാൻ കാണാതെ പഠിച്ചു, എനിക്ക് ബാക്കി കൂടെ പഠിക്കണം. ഉപ്പച്ചി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ പറയുകയാ, എനിക്ക് ഹാഫിളാകണം, എനിക്ക് ഹാഫിളാകണം, എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം.
എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് തന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങുന്ന മകനെ കണ്ടപ്പോ ആഗ്രഹം തോന്നിയടോ അതുപോലെ ഒരു മകനെ കിട്ടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത പുണ്യമാണ്. ഖുർആനിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ, ഖുർആനിന് വേണ്ടി നിങ്ങളെ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാൻ വേറെ ഒരാളും വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ മതി. പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല, അത് വലിയൊരു ഭാഗ്യമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആരാ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ? ആരാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾക്കൊരു സൂറത്ത് അറിയോ ചങ്ങാതി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാൻ എത്ര പ്രയാസപ്പെടുന്നവരോ. എടോ, നിങ്ങൾക്കൊരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ ആരോ? നിങ്ങളുടെ പള്ളിയിലെ ഖതീബിന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒതുവെടുക്കണമെന്നാണ്. നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന്റെ ശരീരം, ഹാഫിളാണല്ലോ ഉസ്താദ്, ആ ഹാഫിളായ ഒരാളുടെ ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരത്ത് തൊടണമെങ്കിൽ മുഫസ്സിരീങ്ങളായ മഹത്തുക്കളായ തസൂഫിന്റെ പണ്ഡിതന്മാര് പറയുന്നത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. ആരെ? ഒരു ഹാഫിളിനെ. അള്ളാന്റെ ഖുർആൻ പഠിച്ച ഒരാളെ തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. അതാണ് ഹാഫിള്. എല്ലാവർക്കും ഹാഫിളാകാൻ കഴിയില്ല. അതിന് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ എത്രയോ പണ്ഡിതന്മാരെ കാണുന്നു, എല്ലാവരും ഹാഫിളാകണമെന്നില്ല. ഹാഫിളീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ ഖബറടക്കുമ്പോൾ നബിതങ്ങൾ ആദ്യം പരിഗണിച്ചത് ഷഹീദായ ഹാഫിളീങ്ങളായ ശുഹദാക്കളെയാണ്. നബിതങ്ങൾ ഹാഫിളാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാഫിള. അതാണ് ഖുർആൻ. ആ ഖുർആനിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഇവിടെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഇറങ്ങിപ്പോയി. പള്ളിയുടെ മുമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബോള് പള്ളിപ്പറമ്പിലേക്ക് പോയി. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പള്ളിപ്പറമ്പിലേക്ക് ചുമ്മാതെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഖബറാളി രക്ഷപ്പെട്ടു. അവൻ ഇറങ്ങിപ്പോയത് കാരണം ഖബറാളിയുടെ ശിക്ഷ അല്ലാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിൾ എന്ന് പറഞ്ഞാൽ അതാ. മരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, നിങ്ങളുടെ നാട്ടിൽ ഹാഫിളായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഖബർ മാന്തി നോക്കിക്കോ, ആ കഫൻ തുണി പോലും നശിച്ചിട്ടുണ്ടാകില്ല. ഒരു ഹാഫിളിന്റെ ശരീരം മണ്ണ് തിന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു കുട്ടിയുടെ ശരീരം മണ്ണ് തിന്നില്ലടോ. ഹാഫിളീങ്ങളാക്ക് ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം. ഇന്നത്തെ മക്കൾ നോക്ക്, നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നാളെ രാവിലെ നിങ്ങൾ പത്രം എടുക്കുമ്പോൾ ഒരു വാർത്ത കാണാം. 14 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് വെട്ടിയ ഫോട്ടോ നാളെ രാവിലെ കാണാം പത്രത്തിൽ. 14 വയസ്സുള്ള ഒരു മകന് മൊബൈൽ കളിക്കാൻ, ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കോഴിക്കോട് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടടോ. ഉമ്മയുടെ കഴുത്ത്, അല്ലാഹു ആ പാവത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. ഒരു മകൻ തന്റെ ഉമ്മയുടെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തുന്ന അവസ്ഥ. എന്തിന്? മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നിൽക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലഘട്ടം. ഈ ഇരിക്കണ ഓരോ വാപ്പയോടും ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആഗ്രഹമില്ലേ വാപ്പ, നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരാള് നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എത്ര വലിയ ഭാഗ്യവാന്മാരാണോ നിങ്ങൾ. എന്റെ ഉമ്മമാര് ചിന്തിക്കേണ്ടത്, ഖുർആൻ പഠിച്ച ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ദുആ ചെയ്ത അവന്റെ ദുആയിക്ക് ഉത്തരവുണ്ടുമ്മ. നിന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു 10 മക്കൾ നിങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ വരൂല്ലേ മയ്യത്ത് നമസ്കരിക്കാൻ? ആ മക്കൾ നിങ്ങൾക്ക് ദുആ ചെയ്യില്ലേ? അതിനേക്കാളും വലിയ പുണ്യം നിങ്ങൾക്ക് എന്താ ഉള്ളേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിളീങ്ങൾ വേണം. നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം വേണം. 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുവാനും ജുബ്ബയും തൊപ്പിയും തലപ്പാവുള്ള മക്കൾ ഒന്നാമത്തെ സഫിൽ പള്ളിക്കകത്ത് നിൽക്കുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ സഹോദര? നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ വരുമ്പോ ഓടി വന്നിട്ട് ആ മുത്തല്ലിമീങ്ങളോട്, മക്കളെ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യടാ എന്ന് പറയാനെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് വേണ്ട സഹോദര.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആൻ അത് സാധാരണ ഒരു കാര്യമല്ല. അത് പഠിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. നമ്മുടെ മക്കളെ നമ്മൾ ഹാഫിളീങ്ങളാക്കണം. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിള് വേണം സഹോദര. കാരണം ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഞാനത് പറയുന്നത് വെറുതെ അല്ല. ഒരു ഹാഫിളിന് 40 പേരെ കൊണ്ടുപോകാം. നിങ്ങൾ വീട് വെച്ചു, ആർക്കാ? നീ ഒരുപാട് വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ ശരീരത്ത് ഒരുപാട് സ്വർണമുണ്ട്. നീ മയ്യത്തായിട്ട് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. നിങ്ങൾ ആരും മരിച്ചു ഖബറിലേക്ക് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ. ആർക്കാ വാരി കൂട്ടി വെച്ചിരിക്കുന്നത്? മക്കൾക്ക് വേണ്ടി. നമ്മൾ ആർക്ക് വേണ്ടി ഏത് മുഴുവനും കൂട്ടിവെച്ചിരിക്കുന്നു? നമ്മുടെ മക്കൾക്ക് വേണ്ടി. എന്നാ ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ചാലെങ്കിലും കുളിപ്പിക്കാനെങ്കിലും നിന്റെ മോൻ അറിയോ? നീ എന്താ ചിന്തിക്കാത്ത? എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ മരിച്ചുപോയി, നിന്റെ മയ്യത്ത് നാളെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ ഇത്രയും കാലം മോനെ മോനെ എന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ചു കൊണ്ടു നടന്ന നിന്റെ പൊന്നുമോന് നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെന്തിനാ വാപ്പ പൈസ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണ്ണ ഊരിയെടുക്കാനുള്ള അടിയാ നടക്കുന്നേ, അല്ലാതെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവാനോ? ഒരു യാസീൻ ഓതാനെങ്കിലും മക്കളുണ്ടോ? പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദേ എന്റെ ഉപ്പായിക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മോനുണ്ടോ? പാപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീൻ ഓതാൻ അറിയുന്ന ഒരു മകൻ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും ചെല്ലും. അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. സ്വന്തം മക്കള്. എന്റെ ഉമ്മാനോട് ഞാൻ പറയുന്നു, ഉമ്മ, നീ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ മക്കൾ അള്ളാഹിനോട് പറയും, പടച്ചവനെ എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്തിട്ടാ അല്ലാ, ആ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു പടച്ചവനെ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തന്ന ഞാൻ നെഞ്ചത്ത് കയറി ഒന്ന് നിൽക്കട്ടെ പടച്ചവനെ, എനിക്ക് വയ്യ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നരകത്തെ കാണുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ വാപ്പാടെ നന്മ മുഴുവനും എനിക്ക് താ അല്ലാ, എന്റെ തെറ്റ് മുഴുവനെ എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാനെ നരകത്തിൽ വലിച്ചെറിഞ്ഞു, എനിക്ക് സ്വർഗം താ അല്ലാ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നാരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്നെ കുറിച്ച് 4 പേര് നല്ലത് പറയും. 40,000 പേരൊന്നുമല്ലല്ലോ, 4 പേര് പറഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ. അപ്പൊ 4 പേര് പറയുമെന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. ചെറുപ്പക്കാരാ, ഏതെങ്കിലും 4 പേര് കള്ളു കുടിക്കുന്നവന്, കഞ്ചാവടിക്കുന്നവന്, വ്യഭിചരിക്കുന്നവന്, പലിശ തിന്നുന്നവൻ, നിസ്കരിക്കാത്തവന്, അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നീ മഹാനാണെന്ന് പറഞ്ഞാൽ, നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കലും സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന് പെങ്ങള് ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. പറയേണ്ട 4 പേരാണ് പറയേണ്ടത്. പറയേണ്ട 4 പേരാണ് പറയേണ്ടത്. ആ 4 പേരാരാണെന്നറിയോ? ആ 4 പേരാരാണെന്നറിയോ? ആ 4 പേരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. നിങ്ങൾ പൈസ കൊടുക്കണോ, വീട് വെച്ച് കൊടുക്കണോ, സ്വർണം വാങ്ങി കൊടുക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഒരു 4 പേരെ റെഡിയാക്കണേ, ഒരു 4 പേരെ തയ്യാറാക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മൻ നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. ആ 4 പേരിൽ ഒന്നാമത്തെ ആളാരാണ്? ആ 4 പേരിൽ ഒന്നാമത്തെ ആളാരാ? പെങ്ങളെ നല്ലതുപോലെ തയ്യാറായിക്കോ. ഈ 4 പേര് നിന്നെ കുറിച്ച് നല്ലത് പറയാ. നീ ഒന്ന് പരിശ്രമിക്കണേ പെങ്ങള്. ആ 4 പേരിൽ ഒന്നാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി
സുബഹി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് മദീന മുഴുവനും പടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. പടച്ചവനെ പ്രവാചകന് വഫാത്തായി എന്നറിയുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും രോഗികളും എല്ലാവരും അവരവരുടെ വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാണ്. എല്ലാവരും നിലവിളിക്കുകയാ, എല്ലാവരും കരയുകയാ. പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നറിയുമ്പോ ഒരു നാട് മുഴുവനും കരയുകയാണ്. ഒരു നാട് മുഴുവനും സങ്കടത്തിലാവുകയാ. പടച്ചവനെ സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ല. ഇടോ, നിങ്ങളുടെ മഹല്ലിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഈ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ പടച്ചവനെ ഓടിച്ചെന്നിട്ട് കരയല്ലേ, അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാൻ ഒരാളെങ്കിലും കാണുമല്ലോ. എന്നാ മദീനത്ത് അങ്ങനെ ഒരാളില്ലായിരുന്നു. എല്ലാവരും കരയുകയാണ്. ഒരു നാട് മുഴുവനും നിലവിളിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ പോലും സമാധാനിപ്പിക്കാനില്ല. അല്ലാഹ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളാണെങ്കിൽ മദീനത്ത് പോലുമില്ല, നാട്ടിൽ പോലും അബൂബക്കർ തങ്ങളില്ല. പിന്നെ വലിയ സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരി പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആരാടാ നബി തങ്ങളുടെ വഫാത്തായി എന്ന് പറയുന്നത്? എന്റെ പ്രവാചകൻ ആരെങ്കിലും വഫാത്തായി എന്ന് പറഞ്ഞ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു പടച്ചവനെ സ്വബോധം നഷ്ടപ്പെട്ടവരെ പോലെ ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉസ്മാൻ തങ്ങൾക്ക് ബോധമില്ലടോ, അലിയാർ തങ്ങളുടെ നാമനങ്ങുന്നില്ല. ബിലാൽ തങ്ങൾ കരയുകയാ, സഹാബത്ത് മുഴുവനും കരയുകയാ. ഒരു നാട് മുഴുവനും പ്രവാചകന്റെ വീടിന്റെ പരിസരം മുഴുവനും നിറഞ്ഞിരിക്കുകയാ. എല്ലാവരും കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനാസ അവിടെ ഇരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് നബി തങ്ങളുടെ വഫാത്തായത്. തിങ്കൾ കഴിഞ്ഞോ, ചൊവ്വാഴ്ച കഴിഞ്ഞോ, ബുധനാഴ്ചയായി. 3 ദിവസമാണ് നബി തങ്ങളുടെ ജനാസ അവിടെ വെച്ചിരുന്നത്. എന്തുകൊണ്ടാണ് വെക്കാൻ കാരണമെന്നറിയോ? ഒരു നേതാവില്ലടോ, ഒരു നേതാവില്ലടോ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാമിനൊരു നേതാവില്ല. ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? എവിടെയാണ് കബറടക്കേണ്ടത്? ആരാണ് കബർ കുടിക്കേണ്ടത്? എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്? പടച്ചവനെ പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല. അങ്ങനെ പ്രവാചകന്റെ ജനാസ എവിടെ ഇരിക്കുകയാണ്. അതാ വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ വഫാത്തായ വാർത്ത അറിയുകയാണ്. അവിടുന്ന് മദീനത്തേക്ക് കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ കടന്നു വരുമ്പോ മദീന മുഴുവനും വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാവരും കണ്ണുനീരിലാണ്. അബൂബക്കർ തങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയാ, വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് അബൂബക്കർ തങ്ങൾ കടന്നു ചെന്നു. പടച്ചവനെ പ്രവാചകന്റെ മരണം അവിടെ നിന്ന് സ്ഥിരീകരിക്കുകയാണ്. എന്ത് ചെയ്തെന്നറിയുമോ? അതാ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പടച്ചവനെ അങ്ങനെ ഇസ്ലാമിനൊരു ഭരണാധികാരി കടന്നു വരികയാണ്. ഒരു നേതാവ് കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടി പടച്ചവനെ അവര് തീരുമാനമെടുത്തു. ആരാണ് പടച്ചവനെ ഒരു പ്രവാചകൻ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് കബറടക്കേണ്ടത്.
ആരാണ് ഖബർ കുഴിക്കേണ്ടത്? പടച്ചവനെ വെള്ളം കൊണ്ടുവരേണ്ടത് എവിടെ നിന്നാണ്? അങ്ങനെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അവിടുന്ന് പൊതിയുകയാണ്. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിച്ചത്. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോ ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി പ്രവാചകന്റെ ജനാസ അവിടുന്ന് ഖബറടക്കുകയാ. അങ്ങനെ പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട ജനാസ ഖബറടക്കി. പടച്ചവനെ ഇസ്ലാമിനൊരു നേതാവ് കടന്നു വന്നു. ഒന്നാം ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഭരണം ഏറ്റെടുക്കുകയാണ്. 2 കൊല്ലവും 3 മാസവും പടച്ചവനെ മനോഹരമായ ഭരണം നടത്തുകയാണ്. ആർക്കും പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. പടച്ചവനെ 2 കൊല്ലവും 3 മാസവും അവിടുന്ന് അബൂബക്കർ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായി ഭരണം നടത്തി. പടച്ചവനെ ഒരു ദിവസം വീടിന്റെ അകത്ത് കിടക്കുമ്പോ അബൂബക്കർ തങ്ങൾക്ക് സമാധാനമില്ല. അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത ഒരു ടെൻഷനാണ്. എന്താണ് ടെൻഷൻ എന്നറിയോ? പടച്ചവനെ എന്റെ മരണം അടുത്തിരിക്കുകയാ. അതാ അബൂബക്കർ തങ്ങളുടെ മരണം അടുത്തെന്ന് മനസ്സിലാവുകയാ. എന്തിനാണ് ടെൻഷൻ എന്നറിയോ? മരിക്കാനുള്ള പേടി കൊണ്ടല്ല. പിന്നെ ടെൻഷൻ എന്തിനാണെന്നറിയോ? ഞാൻ പോയാൽ അടുത്ത ഒരു നേതാവ് വേണമല്ലോ. ഞാൻ പോയാ വീണ്ടും ഒരു നേതാവ് വേണമല്ലോ. ഞാൻ പോകുന്നതിന് മുമ്പേ അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കണം തമ്പുരാന്. ഇല്ലെങ്കിൽ പ്രവാചകന്റെ ജനാസ വെക്കാനുള്ള കാരണം നേതാവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് പടച്ചവനെ എനിക്കങ്ങനെ ഒരു സാഹചര്യം വരരുത്. അതുകൊണ്ട് അബൂബക്കർ തങ്ങള് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വരുന്നതെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. ഉമറിനെ ഖലീഫയാക്കാം. പക്ഷേ അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ എന്നറിയോ? പടച്ചവനെ ഉമറിനെ കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ല. ഉമറിനെ എനിക്ക് വലിയ പരിചയമില്ല. പടച്ചവനെ ഉമറിനെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ് എനിക്കറിയില്ലല്ലോ. അല്ലാ, പരസ്യവും രഹസ്യവും ഒന്നാകണമല്ലോ. അതുകൊണ്ട് ഉമറിന്റെ രഹസ്യം എന്താണെന്നറിയണം. ഉമർ നല്ലവനാണോ എന്നറിയണം. ഉമർ നല്ലവനാണോ എന്നറിയണം. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അതിനെന്തു ചെയ്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിന്റെ സ്വഭാവം അറിയില്ല. ഉമറിന്റെ രഹസ്യം എനിക്കറിയില്ല. പരസ്യം മാത്രമേ എനിക്കറിയൂ. അതുകൊണ്ട് ഉസ്മാനേ, അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ സ്വഭാവം നീ എനിക്ക് പറഞ്ഞു തരണം. ഉമറിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. എന്തുകൊണ്ടാണ് ഉസ്മാനിനോട് ചോദിക്കാൻ കാരണമെന്നറിയോ? വേറെ ഒരു സ്വഹാബിയെയും വിളിച്ചില്ല, അലിയാര് തങ്ങളെ വിളിച്ചില്ല. എന്തുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളോട് ചോദിക്കാനുള്ള കാരണമെന്നറിയോ? ഉസ്മാൻ തങ്ങളും ഉമർ തങ്ങളും ഫ്രണ്ട്സുകളാണ്. ഉമർ തങ്ങളും ഉസ്മാനും കൂട്ടുകാരാണ്. അവര് 2 പേരും ചങ്ങാതിമാരാണ്. അതുകൊണ്ട് പടച്ചവനെ ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂടെ നടക്കുന്നവൻ അറിയാമല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നു, ഉസ്മാൻ അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്.
ഖത്താബ് നിന്റെ കൂട്ടുകാരനായ ഉസ്മാനിനോട് പറയുകയാ, നിന്റെ കൂട്ടുകാരനായ ഉമറിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? ആ ഉമറിന്റെ സ്വഭാവം എന്താണ്? ആ ഉമറിന്റെ സ്വഭാവം എന്താണ്? അവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ കൂട്ടുകാരൻ ഉമർ നല്ലവനാണ്. എന്റെ കൂട്ടുകാരൻ ഉമർ നല്ലവനാണ്. അവൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. അവന്റെ രഹസ്യവും പരസ്യവും നല്ലതാണ്. ധൈര്യമായിട്ട് അവൻ അധികാരം കൊടുക്കാം. ഞാനാ പറയുന്നത് എന്റെ ഉമർ നല്ലവനാ, എന്റെ കൂട്ടുകാരൻ നല്ലവനാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവൻ നല്ലവനാണ്. അവന് ധൈര്യമായിട്ട് അധികാരം കൊടുക്കാം. ഉസ്മാൻ തങ്ങൾ അവിടുന്ന് സാക്ഷി പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരല്ല. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂടെ രാവും പകലും തിന്നും കുടിച്ചും നടക്കുന്ന നിന്റെ കൂട്ടുകാരനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ രാവും പകലും നടക്കുന്ന നമ്മുടെ ചങ്ങാതി ഉണ്ടല്ലോ, നമ്മുടെ ചങ്ക്. ആ ചങ്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയണം, പടച്ചവനെ ഇവൻ നല്ലവനാ, ഇവള് നല്ലവളാ എന്ന് സാക്ഷി പറഞ്ഞ നിനക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.